ബാക്ക്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചെടീനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേരായി എനിക്ക് മെസ്സേജസും ഒക്കെ അയക്കുന്നത് എന്താണ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഒക്കെ, ആ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു വൈറ്റ് ഫ്ലവർ, ആ വൈറ്റ് ഫ്ലവറിൻ്റെ പേരെന്താ അങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും കമൻസിൽ. അപ്പം ഇതാണ് മെക്സിക്കൻ പെറ്റൂണിയ. ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം എന്ന് പറയുന്നത് റുവല്യ സിംപ്ലെക്സ് എന്നാണ്. പിന്നെ ബ്രിട്ടോൺസ് വൈൽഡ് പെറ്റൂണിയ എന്ന് പറയുന്നുണ്ട്, പിന്നെ മെക്സിക്കൻ ബ്ലൂബെൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ ഇതിനുണ്ട് കേട്ടോ. 3 കളേഴ്സിലാണ് ഇത് വരുന്നത്. ഒരു വൈറ്റ്, ഒരു വയലറ്റ്, ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. പിന്നെ വൈറ്റ് എന്ന് പറയുന്നതാണ്, അതാണ് ഏറ്റവും ഭംഗി. എൻ്റെ ഫേവററ്റും വൈറ്റ് തന്നെയാണ്. നമ്മൾ താഴെ കാണുന്ന ഈ ഒരു പോട്ടിൽ നമ്മൾ നാട്ടിലുള്ള പെറ്റൂണിയാണ്. നാട്ടിൽ സുലഭമായിട്ട് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണും ആ ഒരു സംഭവം കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് പറയുന്നത് ഈ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ച ഈ ഒരു ടൈപ്പാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബുഷായിട്ട് ഉണ്ടാകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇപ്പോൾ താഴെ ഞാനിങ്ങനെ പോട്ടിലാക്കി വെച്ചത് ഞാൻ പറഞ്ഞില്ല നാട്ടിലുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളെ ഈ മെക്സിക്കൻ പെറ്റൂണിയൻ്റെ അതേ ഒരു ഫ്ലവറൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് ഇങ്ങനെ നീളിച്ച് മേലേക്ക് പോകും. അപ്പം അതിനെ കൊണ്ട് ഇതിന് അത്ര ഭംഗി കൊടുക്കുന്നില്ല. അതിൻ്റെ ലീഫും ഒക്കെ ഇങ്ങനെ നീളങ്ങനെ മേലേക്ക് ഇങ്ങനെ ആയിട്ട് പോകും, ബുഷായിട്ട് ഇങ്ങനെ നിൽക്കില്ല. അപ്പം ഇങ്ങനെ ഒരു കവറിങ് ഇല്ല, ഫില്ല് ചെയ്ത് നിൽക്കില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല എവർ ഗ്രീൻ ആയിട്ട് നല്ല തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലവേഴ്സ് ആണെങ്കിലും ഈ വേനൽക്കാലത്ത് സമ്മർ സീസണിൽ ഫുള്ളും പൂടും. മൊട്ടുകൾ നിങ്ങൾ കാണുന്നില്ലേ, നിറച്ചും മൊട്ടാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണങ്ങിയ മൊട്ട്, അതായത് വിത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. സ്പെഷ്യൽ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിനെ കൊടുക്കണ്ട. പിന്നെ 3 വിധത്തിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതായത് ഒന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുമ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ വേര് സെപ്പറേറ്റ് ചെയ്തിട്ട് മണ്ണിലേക്ക് മിക്സ് ചെയ്യാം. കണ്ടോ, ഫ്ലവർ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ഫ്ലവേഴ്സാണ്. പിന്നെ ഒരു വിധം എന്ന് പറയുന്നത് വിത്ത് പാകിയിട്ട് നമുക്ക് ചെയ്യാം. വിത്തൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം, വിത്തൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു വിധം എന്ന് പറയുന്നത് കൊമ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ 3 വിധത്തിൽ നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. അപ്പോൾ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഉൾഭാഗം, ഉള്ളിൽ ഒരു കൊമ്പിൽ നിന്നും വേറൊരു കൊമ്പ് പൊട്ടി നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പൊട്ടിയിട്ടല്ല, അങ്ങനെ ബ്രാഞ്ചിങ് ചെയ്തത് കണ്ടോ? പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ തൈകൾ മുളച്ചതാണ്. അതായത് വിത്ത് വന്ന് വീണിട്ട് തൈ മുളച്ചതാണ്. അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, അതന്നെ സ്വയം ചെയ്തോളും. നിറച്ചും മൊട്ടാണ് കേട്ടോ, കണ്ണ് കാണാതെ മൊട്ടുണ്ട് കണ്ടോ. ഉള്ളിൽ കണ്ട ജസ്റ്റ് ഉണങ്ങിയ മൊട്ട് കണ്ടില്ലേ, അതാണ് ഉണങ്ങിയ വിത്ത്. അത് നമുക്ക് പാകി വെക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്തിട്ട് ജസ്റ്റ് വേറെ പോട്ടിലേക്ക് നിറയ്ക്കാം. അതായത് ഒരു ചെടിയിൽ തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാകും. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ തിങ്ങി നിറഞ്ഞ് അതിൽ നിന്ന് ബ്രാഞ്ചസ് വന്നിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ പോട്ടിലേക്ക് വീണ്ടും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ കെയറിങ്ങോ ഒന്നും കുഴപ്പമില്ല, നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി, സുലഭമായിട്ട് പൂക്കളുണ്ടാകും. പിന്നെ രാവിലെ നീറ്റ് നോക്കിയാൽ ഇത് നിറഞ്ഞുണ്ടായിട്ടുണ്ടാകും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് ഡള്ളാവും കേട്ടോ. പക്ഷെ അതൊന്നും പേടിക്കേണ്ട. നെക്സ്റ്റ് ഡേ വീണ്ടും പുതിയ പൂവുകൾ വീണ്ടും വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. ഇനി ഞാൻ വിത്തിനെ പറ്റി പറയാം, വിത്തിൻ്റെ കാര്യങ്ങൾ. അതെങ്ങനെയാണ് പൊട്ടിക്കണതും നമുക്ക് സ്വയമായിട്ട് തന്നെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് ഒരു ബ്രൗൺ കളറിലാണ് അതിൻ്റെ വിത്ത് ഉണ്ടാവുക. അത് ജസ്റ്റ് നമ്മൾ കയ്യിലേക്ക് വേറൊരു പോട്ടിലേക്ക് പാകണം എന്നുണ്ടെങ്കിൽ അത് സ്വയം ചെയ്തോളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈനെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിറച്ചും വിത്തായിരിക്കും. അപ്പോൾ ഒരു വിത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ പോട്ടിലേക്ക് നിറയ്ക്കാം, വിതറി കൊടുത്താൽ മതി. ഇതിങ്ങനെ കാണുന്നില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ വിത്തുകൾ. അപ്പോൾ ഒന്നിൽ തന്നെ ഒരുപാട് വിത്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് നമ്മളെ മണ്ണിലേക്ക് ഒന്ന് പാകി കൊടുത്താൽ മതി, സ്വയം അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ ഇതിൽ തന്നെ കണ്ടില്ലേ നിങ്ങൾ, ഒരുപാട് തൈകൾ കണ്ടില്ലേ? 3-4 തൈ തന്നെ അല്ലാതെ പൊട്ടി വന്നിട്ടും പിന്നെ അതിന് ബ്രാഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൊമ്പ് പൊട്ടിക്കുന്ന കാര്യം, നല്ല മൂത്ത കൊമ്പ് നോക്കിയിട്ട് പൊട്ടിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് പിടിച്ചോളും. പ്രത്യേക പരിഗണനയൊന്നും അതിന് കൊടുക്കണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസം നനച്ച് കൊടുത്താൽ മതി. നിറച്ചും പൂവാണ്, നിറച്ചും മൊട്ടാണ് ഉള്ളത്.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് പൊട്ടിക്കണമെന്ന്. കണ്ടോ, ഈ ഒരു ചെടീൻ്റെ അകത്തും നമുക്ക് ഏകദേശം മാറ്റി റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചെടികൾ നമുക്ക് മാറ്റി കുഴിച്ചിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1:1:1 റേഷ്യോ, അതായത് 1 കപ്പ് ചാണകപ്പൊടി, 1 കപ്പ് കൊക്കോപിറ്റ്, 1 കപ്പ് നമ്മുടെ സാധാരണ ഗാർഡൻ സോയിൽ. പിന്നെ ജസ്റ്റ് ഞാനിപ്പോൾ ഓൾറെഡി നനഞ്ഞ മണ്ണാണ്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഊന്നിയിട്ടാൽ മതി. ചുറ്റും ഒന്ന് കൈനെ കൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങനെ ഉണ്ടായിക്കോളും. പിന്നെ എന്തായാലും നമ്മളൊരു നുള്ള് വെള്ളം ഒഴിച്ചിട്ട് അതിനെ അങ്ങനെ ഇതാക്കണം കേട്ടോ. കുറച്ച് ഒരു 5-6 ദിവസം തന്നെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നനച്ചാൽ മതി. രാവിലെയും വൈകിട്ടും നനയ്ക്കുക കേട്ടോ, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാലേ മറ്റ് വിത്ത് മുളപ്പിക്കുന്നതാകുമ്പോൾ നമ്മൾ അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അങ്ങനെ അത് ഉണ്ടായിക്കോളും. കണ്ടില്ലേ, അതിനുള്ളിലൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ശരിക്കും നമ്മുടെ വീടിൻ്റെ ഒരു ഭംഗി തന്നെ കൊടുക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ തന്നെയാണ്. പിന്നെ ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം കൂടി ഉണ്ട് കേട്ടോ. പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. 1 കപ്പ് നമ്മുടെ ചാണകപ്പൊടി, പിന്നെ 1 കപ്പ് നമ്മൾ ഗാർഡൻ സോയിൽ, പിന്നെ 1 കപ്പ് കൊക്കോപിറ്റ്. ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കപ്പിലേക്ക് നിറച്ചിട്ട് ഡീമോൾഡ് ചെയ്യുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് വെർട്ടിക്കൽ ഗാർഡനിൽ കാണാൻ മടിയുള്ളവർക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് ഈ ചെടികൾ കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ മണ്ണ് നമ്മൾ ഒരിക്കലും എടുക്കരുത്. അത് ഓൾറെഡി അവർ നല്ല ഉഷാറ് മണ്ണ് ആക്കിയിട്ട് നമുക്ക് തരികയാണ്. അപ്പം നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് അത് നിറയ്ക്കുമ്പം ആ മണ്ണ് ഉപയോഗിക്കരുത്. ആ മണ്ണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കില്ലേ, അതിലും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യും. അപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ, വേറൊരു പോട്ടിൻ്റെ മണ്ണാണ്, അപ്പോൾ അതന്നെ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യരുത്. അതും കൂടി നമുക്ക് ഈ ഒരു നമ്മളെ ഉണ്ടാക്കിയ മണ്ണിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ടിപ്പാണ്, ചെടി നന്നാവാൻ, നല്ല ഉഷാറായിട്ട് ഉണ്ടാവാൻ ഉള്ളൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ അവർ തരുമ്പോഴുള്ള ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല, പൂക്കൾ ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഈ കപ്പിന് നല്ല ഹോൾസ് വേണം. അത് ഏത് കപ്പ് ആയിക്കോട്ടെ, ഇനി ഇങ്ങനത്തെ കപ്പ് അല്ലെങ്കിലും വേറെ കപ്പിലാണ് നിങ്ങൾ ഉണ്ടാക്കണത് വെച്ചാൽ നല്ല ഹോൾസ് വേണം, അതായത് വെള്ളം ഡ്രെയിൻ ആയി പോവാൻ. അപ്പോൾ ജസ്റ്റ് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ അടിയത്തെ വേരൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. വേര് വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതിന് വലിയ ഗുണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾക്കൊരു പുതിയൊരു പ്ലാന്റ് ചെയ്യുന്നതിനെ കൊണ്ട് ആ അടിയത്തെ വേരിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്താലേ നല്ല ഉഷാറിൽ നല്ല പുഷ്ടിയോട് കൂടിയിട്ട് ചെടി നിൽക്കുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഏത് മണ്ണാണ് നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നത്, ആ മണ്ണ് നമ്മൾ ഒന്ന് ഒഴിവാക്കിയിട്ടേ ഇതിൻ്റെ ഈ നമ്മൾ ഉണ്ടാക്കിയ മണ്ണിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ അന്നേരം മാത്രം പൂവിടും, പിന്നെ ആ ചെടി നശിച്ചും പോകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ അടുത്തത് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.